നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ എനിക്ക് നൽകിയ ഒന്നുമില്ല, പോയിരിക്കും. ഞാൻ പറഞ്ഞതല്ല എഴുതിയോ? അപ്പൊ തുടങ്ങാം. ഈ ഗേറ്റ് ഇവിടുന്ന് പൊളിച്ച് അപ്പുറത്താക്കണം. ഒരു ലോറി വരാനുള്ള സ്പേസ് വേണം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു തിട്ട കിട്ടിയാ എല്ലാവർക്കും ഇവിടെ വിശ്രമിക്കാം. കണ്ടല്ലോ, ബാസിസ് ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഏകദേശം രൂപ പിടികിട്ടിയില്ലേ? ഇനി നിങ്ങൾ പറ, ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണ എന്നെ വേണ്ടതല്ലാൻ? ദോഷം പറയരുതല്ലോ. മരുന്നിനെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ, നമ്മുടെ ജോജി മാഷ്. മാഷ് ഇവരെയൊക്കെ അറിയോ? ടൗണിൽ പൗർണമി ബാർ നടത്തുന്നവരാ. നമസ്കാരം. കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് പറയല്ല. ബാസിസ് ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം മാർക്കോടുകൂടി ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ വർഷം കണ്ടോ സാറ്, ഇവിടെ കുട്ടികളുടെ ക്യൂ ആയിരിക്കും. ഈ വർഷം ആക്കണോ? ഇന്നോ നാളെയോ കാണാം ഇവിടത്തെ ക്യൂ. പക്ഷെ കുട്ടികളായിരിക്കില്ല, മുതിർന്നവരായിരിക്കും. മനസ്സിലായില്ല അല്ലേ? ഇവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ചാരായ ഷാപ്പ് തുടങ്ങാനുള്ള പരിപാടിയില്ല. അയ്യോ, അപ്പൊ ട്യൂട്ടോറിയൽ നിർത്തി. വില ഉറപ്പിച്ച് 25,000 അഡ്വാൻസ് വാങ്ങി. ഒരു കലാക്ഷേത്രം മദ്യഷാപ്പാക്കി മാറ്റരുത്. ഇത് ചതിയാണ് സാർ. ഈ സ്ഥാപനം നിർത്തരുത്. ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും. ഇനി ഇത് നടത്തിക്കൊണ്ട് പോയി എന്റെ ഭാവി ഇരുട്ടിലാവും. ഇനി വന്നേ, ഇത് പിടിച്ച്. ഞാൻ പറയുന്ന 1 മാസത്തെ ശമ്പളം അധികം ഉണ്ട്. നിങ്ങൾ എന്താ നോക്കി നിൽക്കണേ? പോയി പൊളിക്കാൻ പറ. ഏട്ടാ, കോളേജിൽ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടു. എന്റെ പേരും ഉണ്ട്. പുതുമനയിലെ രാജയാ പറഞ്ഞേ, അവൾക്കും കിട്ടിയെന്ന്. രാജ ഇനി മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് അത്ര പഠിക്കുന്നത്. അവിടെയാകുമ്പോ ട്യൂഷനും കിട്ടും. അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവണോന്ന് അത്രേ. കേട്ടോ അമ്മേ, രാജയുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാൻ ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിലങ്ങ് അടിച്ചു വിട്ടു ഡോക്ടർ ആവണോന്ന്. മതി മതി, അവളുടെ ഒരു ഡോക്ടർ. നീ പോയി ഏട്ടന് ചോറെടുത്ത് വെക്ക്. അമ്മ വിഷമിക്കണ്ട. ഏട്ടന് ജോലിയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോകാൻ വാശി പിടിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ദേവുവിന്റെ പഠിപ്പ് മുടക്കണ്ട അമ്മേ. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. തോഴിമാരുമൊത്ത് ഉദ്യാനത്തിലിരിക്കുന്ന ദമയന്തി തന്റെ പ്രിയന്റെ അടുക്കലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നതാണ് സന്ദർഭം. പൂന്തോട്ടത്തിലെ സാഹചര്യങ്ങൾ ഭൈമിയെ അസ്വസ്ഥയാക്കുന്നു. ഈ അവസരത്തിലാണ് അരയന്നത്തിന്റെ വരവ്. ആദ്യം ആകാശത്തിലൊരു പ്രകാശം അവൾ കണ്ടു. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ ചന്ദ്രബിംബം ഇറങ്ങി വരികയാണോ എന്ന് അവൾക്ക് തോന്നി. പ്രേമലതേ, മേനെ പ്യാർ കിയാന്ന് വെച്ചാ എന്താ മാഷേ? മേനെ പ്യാർക്കിയോ? നളചരിതത്തിൽ എവിടെയാണ് മേനെ പ്യാർക്കിയ? ചുമ്മാതല്ല, 3 വട്ടം എഴുതിയിട്ടും പ്രീ ഡിഗ്രി കടക്കാത്തത്. എനിക്കിനി ഹിന്ദി പഠിച്ചാ മതി മാഷേ. മാസം 100 രൂപയ്ക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും. ഇനിയിപ്പൊ ഹിന്ദി കൂടി പഠിപ്പിക്കാം. ഞാനിനി കാശ്മീരിലേക്ക് പോവല്ലേ? കാശ്മീരിലോ? ഇനി മുതൽ ഞാൻ അവിടെയാ താമസം മാഷേ. മാഷേ, ഇവളുടെ കല്യാണം ഉറപ്പിച്ചു. കുറച്ച് വടക്കുന്ന ചെറുക്കൻ, ബന്ധത്തിലുള്ളത് തന്നെയാ. അപ്പൊ തുടങ്ങിയതാ പെണ്ണിനെ ഹിന്ദി പഠിക്കണമെന്നുള്ള ആശ. അപ്പൊ പിന്നെ നാളെ മുതൽ ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കാം. വേണ്ട മാഷേ. അല്ല, കാശ്മീരിലേക്ക് പോകുമ്പം അല്പം ഹിന്ദി പഠിക്കുന്നത് നല്ലതാ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഹിന്ദി പഠിച്ചാലെന്താ, മലയാളം പഠിച്ചാലെന്താ? മോളെ, മാഷിനൊരു ചായ എടുത്തു കൊടുക്കും. എന്താടാ ഇത്? തലകാലബോധം ഇല്ലേ? വണ്ടി പിടിച്ചല്ലോ. നിനക്ക് എന്താടാ ഒരു ചിന്ത? പഠിപ്പിക്കുന്ന വല്ല പെമ്പിളേരുമായി പ്രേമമായോ? തമാശ കള കുഞ്ഞാലിക്കുട്ടി. ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പിടയ്ക്കുക. പിടയ്ക്കും പിടയ്ക്കും. പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്ത് തുടങ്ങിയ 2 പേർക്കും പെടപെട്ട പുറപ്പാ. നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇവിടെ ജീവിക്കാനുള്ളതാ. ജീവിക്കണോ വേണ്ടയോന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. ട്യൂട്ടോറിയൽ നിർത്തി. ഇപ്പൊ പ്രേമലതയ്ക്ക് കല്യാണം. അതും കൂടി ആയപ്പോ ഞാൻ ആകെ തളർന്നു. ഇതാ ഞാൻ പറഞ്ഞത്, പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന്.
ദേ എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു, ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഇവിടെ പ്രേമലേഖനം ട്യൂഷൻ നിർത്തിയെന്ന്. ഓ സന്തോഷം. ആ ട്യൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി. ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല. എന്നെ പോലെ ബി.എഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീയും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഹസിക്കരുത്. എടാ, ഈ വാദ്യാര് പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ. എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമൻസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു. എടാ, എന്റെ വിസ ശരിയായെന്നും പറഞ്ഞ് ദാ ബോംബെന്ന് ടെലിഗ്രാം വന്നു. ഇനി ഏറിയ 2-3 ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും. പറക്കും. അതിനെ ബാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ. ഗൾഫിൽ നിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ. ഇപ്പൊ തോറ്റതാരാ? ബാപ്പ. അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി. ഞാൻ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പടച്ചോ അതേ നടത്തൂ. ഓ ബാപ്പയും മോനും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് ബാക്കുണ്ടാക്കണ്ട. തഞ്ചത്ത് പറഞ്ഞാ ഓൻ സമ്മതിക്കും. ആ പിന്നെ സമ്മതിക്കാണ്ട് ഓ എന്റെ മോനാണ്ടി. ബാബാ, ആ, നീ എവിടെ ആയിരുന്നടാ? അന്നെ കാണാഞ്ഞിട്ടാ ശാഖുള്ള പറഞ്ഞ അയച്ചിരിക്കാൻ ടൈമില്ലെങ്കിൽ. ദേ, ടെലിഗ്രാം വന്നു. അതെങ്ങനെ നിനക്ക് കിട്ടി? പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്നല്ലോ ഒരെണ്ണം. അതെന്തിന്? ഓ ചിലപ്പോ കിട്ടാണ്ടിരുന്നാലോ എന്ന് കരുതി രണ്ടിടത്തേക്ക് ടെലിഗ്രാം വിട്ടായിരിക്കും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഇതിപ്പോ ഉടനെ പുറപ്പെടണമെന്നാണല്ലോ അവര് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചാൽ. മലപ്പുറം വരെ പോയ എന്തിനാടാ ഫ്ലൈറ്റ്? മലപ്പുറത്തേക്കാ? ഞാൻ ബോംബെക്ക് പോകുന്ന കാര്യമോ പറയുന്നത്? ബോംബെയിലാ? ആ, നോക്കട്ടെ. നടക്കില്ല കുഞ്ഞാലി, നടക്കില്ല. സൂര്യ, ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം. അന്റെ മോനോട് പറഞ്ഞു കൊടുക്ക്. കാത്തിരുന്ന് വന്ന വിസയാണിത്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകായിരുന്നു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ബാബാക്ക് ബുദ്ധി ഉപദേശിക്കാൻ വളർന്നിട്ടില്ല. പറഞ്ഞു കൊടുക്കണേ സൂര്യ. ഞാനും ഹാജിയാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയത്. ഹാജിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ. അത് പറ. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ? ചോദിക്കണേ സൂര്യ. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല. അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ ചോദിക്കും. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലേ പെടലിക്ക് പിടിച്ച് പുറത്താക്കും. പറഞ്ഞേക്ക്. സ്കൂളിൽ പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ട. തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ. എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. വിചാരിക്കണ്ട, ഇതിനൊരു തീരുമാനം ഉമ്മ ഉണ്ടാക്കണം. പടച്ചോനെ പറഞ്ഞു കൊടുക്കടി. എന്ത്? ആ മമ്മദ് കുട്ടിയുടെ മകൻ ഷാഗുല് ആ ബാപ്പാനെ ധിക്കരിച്ചിട്ട് ദുബായി പോയി. എന്നിട്ട് എന്തായി? അവിടെ കിടന്ന് വയ്യത്തായി. ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി നാട്ടുകാർക്ക്. അത് പോട്ട്. ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്ക്. ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വന്നെത്താൻ പറ്റിയോ? ബാപ്പാക്ക് ഈ മയ്യത്ത് എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കുറെ കാലം മലപ്പുറത്ത് പോയി മാഷുവേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വക ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം. അപ്പോഴാണ് ഓടി ഒരു തുപ്പായി. ബാപ്പ പറയണതൊന്ന് അനുസരിക്കണ്ട മോനെ എന്ന് മാത്രം പറയല്ലേ ഉമ്മ. അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാപ്പായെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ റബ്ബേ.